ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. സോ എല്ലാവരുടെയും ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എത്ര ഓണം സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയണം. എന്നെ സംബന്ധിച്ച് എനിക്ക് 4 ഓണം സെലിബ്രേഷനാണ് ഉണ്ടായത്. ഫസ്റ്റ് വൺ വന്നത് നമ്മുടെ ജിമ്മിലായിരുന്നു. അതായിരുന്നു എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എൻ്റെ ഓഫീസിലാണ്, അതും അത്യാവശ്യം നല്ലതായിരുന്നു. തേർഡ് വൺ വരുന്നത് വീട്ടിൽ ഇന്നത്തെ ഓണം. ആൻഡ് ഫോർത്ത് വൺ വരുന്നത് റെസിഡൻസിലെ ഓണമാണ്, റെസിഡൻസ് അസോസിയേഷനിൽ. അപ്പം എനിക്ക് മൊത്തത്തിൽ 4 ഓണമാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ. ആൻഡ് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നല്ല അടിപൊളിയായി ഓണം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അമ്പലത്തിൽ നല്ല അടിപൊളി ഒരു 2 പൂക്കളോട്ടുണ്ടായിരുന്നു. ഒന്ന് നടയുടെ ഫ്രണ്ടിൽ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. അപ്പം നമുക്കിനി ബാക്കി പരിപാടികളോട്ട് കിടക്കാം. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വന്നോളൂ. ആൻഡ് സെക്കൻഡ് നമുക്ക് ഓണസദ്യ കഴിക്കണം. എന്തൊക്കെ വെച്ചാൽ സിനിമ കണ്ടിരിക്കണം, ഓണസദ്യ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ അമ്മ വീട്ടിലോട്ടായിരിക്കും കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത്. പിന്നെയുള്ള സെലിബ്രേഷനും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ വീട്ടിലാണ് സാധാരണ ഉണ്ടാവാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം അച്ഛൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ ഓണപ്പൂക്കളൊക്കെ ഇട്ട് എതിരേപ്പൊക്കെ നടത്തി അങ്ങനെയാണ് ഓണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആഘോഷിച്ചില്ല. ഒന്നാമത്തെ കാര്യം അച്ഛൻ നാട്ടിലില്ല, അച്ഛൻ പുറത്താണ്. അപ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല. പിന്നെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് ഓണാണ് ഇത്തവണ. അങ്ങനെ വീട്ടിൽ തൂണ് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്കും കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടോ. അവിടെ വീടിൻ്റെ അടുത്ത് നമുക്ക് തോടും കനാലും ഒക്കെ ഉണ്ട്, മൊത്തത്തിലൊരു ഗ്രീനറിയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ഞങ്ങൾ ചെറുതായിട്ട് ഊണ് കഴിച്ചു. കാരണം അവിടെ എല്ലാവരുടെയും കൂടി ഇരുന്നിട്ട് കുറച്ചൊരു ഊണ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിച്ചത് ഞങ്ങൾ ദേവൂട്ടിനാണ് കേട്ടോ. അങ്ങനെ ഊണിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ നേരെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഗെയിംസ് എന്നുള്ളത്. കസേരകളി ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഇത്. Three, start. Ready, 1, 2, 3, start.
ഇത്രയും ഗെയിംസൊക്കെ ഉണ്ടായുള്ളൂ, അധികം ഗെയിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്ന ഗെയിംസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഓണാഘോഷം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫണ്ണായിരുന്നു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.